ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പുണർനക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. പുണർ നക്ഷത്രം രാശിചക്രത്തിലെ 7ാമത്തെ നക്ഷത്രമാണ്. മിഥുനരാശിയിൽ 20.1 ഡിഗ്രി മുതൽ കർക്കിടക രാശിയിൽ 3.20 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇതിൻ്റെ ചിഹ്നം അമ്പുകളുടെ ക്യുവർ ആണ്. നക്ഷത്രത്തിൻ്റെ അധിപൻ ദേവന്മാരുടെ അമ്മയായ ഹിന്ദു ദേവതയായ അതിഥിയാണ്. വ്യാഴം ഇതിനെ ഭരിക്കുന്നു. പ്രിയ പുണർ നക്ഷത്രക്കാരെ, ഈ വർഷം നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിലും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും നിർണായകമായ ഒരു വർഷമാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ മൂർച്ച കൂട്ടുകയും പഠനശേഷി മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വർഷം വ്യക്തിത്വം വികസിപ്പിക്കുന്നതിലും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിനെ മൂർച്ച കൂട്ടുകയും പഠനശേഷി മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായ വളർച്ചയ്ക്കും ജ്ഞാനത്തിനും ഇത് മികച്ച സമയമാണ്. പ്രൊഫഷണലായി ഇത് അനുകൂലമായൊരു വർഷമാണ്. പ്രത്യേകിച്ച് തത്വചിന്തകൾ, കൺസൾട്ടൻറ്റുകൾ, ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ ശക്തമായ സ്വാധീനം ഉണ്ടാകും. ശാസ്ത്രജ്ഞർ, കരാറുകാർ അല്ലെങ്കിൽ ബാങ്കിങ്, മീഡിയ അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ കാലയളവിൽ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. 2025 നക്ഷത്ര ജാതകം അനുസരിച്ച് വ്യക്തിപരമോ പ്രൊഫഷണലോ ആയ ഏതൊരു പങ്കാളിത്തത്തിനും ഇത് അനുയോജ്യമായ സമയമാണ്. വിവാഹിതരാകാൻ തയ്യാറുള്ള സ്വദേശികൾക്ക് ശരിയായ പങ്കാളിയെ കണ്ടെത്താനും വിവാഹം കഴിക്കാനും ഇത് നല്ല സമയമാണ്. നിങ്ങൾ വിവാഹിതനായ ഒരു പുനർനക്ഷത്രക്കാരനാണെങ്കിൽ ഒരു കുടുംബം ആരംഭിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഒരു കുട്ടിയുണ്ടാകാൻ ഇതൊരു മികച്ച സമയമാണ്. നിങ്ങളുടെ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്തുകയും സംഘർഷങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ പങ്കാളി ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആരോഗ്യം മെച്ചപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു മികച്ച വർഷമാണ്. പുണർ നക്ഷത്രക്കാർക്ക് അവരുടെ പിതാവ്, അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു എന്നിവരുടെ ശക്തമായ പിന്തുണയോടെ വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകും. മതപരമായ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുകയും ഒരു തീർത്ഥാടനം ആസൂത്രണം ചെയ്യുകയും ചെയ്തേക്കാം. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. മറ്റ് അങ്ങോട്ടേക്കുള്ള ഓരോ മാസങ്ങളുടെയും കാര്യങ്ങൾ പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.